ഹലോ ഗായ്സ്, പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് ഞങ്ങൾ നിന്ന് പൂജ ഇൻ്റർനാഷണൽ ഹോട്ടൽ. നല്ല സൗകര്യങ്ങളോ കൂടിയിട്ടുള്ള നല്ല ഹോട്ടലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നായിരുന്നു. അങ്ങനെ നമ്മൾ പുറപ്പെട്ടു ചേച്ചിയുടെ കോളേജിലേക്ക്. അങ്ങനെ ചേച്ചിയുടെ കോളേജ് എത്തി. ഫുൾ മഴയായിരുന്നു. ഇത് റീൽസിൻ്റെ പ്രകസനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ മാത്രമല്ല, എൻ്റെതും ഉണ്ട്. വയ്യെ പുറകെ വരുന്നതായിരിക്കും. നല്ല എന്താ പറയുക, മഴയും ഇതിനടുത്ത് എൻ്റെ റീൽസിൻ്റെ പ്രകസനമാണ് ഗൈസ്. ജസ്റ്റ് ഒരു ആംബിയൻസ് ഇതൊക്കെ കണ്ടാൽ റീൽ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തതാണ്. പിന്നെ അവിടുത്തെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇത് എല്ലാം കൂടി നല്ല നാച്ചുറാലിറ്റി തോന്നി. അതുകൊണ്ട് അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ പോയത് ചേച്ചിയുടെ പഠിക്കുന്ന സമയത്ത് പോകുന്നൊരു കൂൾ ബാറിലേക്കായിരുന്നു. ഒന്നും പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അനു നമ്മളെ കൂടെ എത്തി. അവിടുന്ന് അനുവിനെ നമ്മളായിട്ടാണ് അത് പഠിക്കുന്നത്. നേരെ നമ്മളവിടുന്ന് ഫോറം മാളിൽ പോയി. പബ് ഉണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് ചില്ലാക്കി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ അത്ര നേരം നിന്നില്ല. പിറ്റേന്ന് എനിക്ക് വേറെ വർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ കഷ്ടപ്പെട്ട് കണ്ണൂരിലോട്ടേക്ക് പോകുന്ന നമ്മളെ ഫൈൻ അടക്കേണ്ടി വന്നു. റെയിൽവേ ഇത് മനസ്സിലാക്കണം. മോദിജി, നിങ്ങൾ ഇത് കാണണം. റെയിൽവേ ഇത് നമ്മുടെ മോദിനോടുള്ള ഒരു ചോദ്യമാണ്. എന്തിന് പൈസ പോയി ഗൈസ്. എല്ലാവരും പൈസ ഇട്ടിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരേണ്ടതാണ് ഈ ഫൈൻ്റെ എമൗണ്ട്. ഈ സാധനം താത്താൻ പറ്റുന്നില്ല. ഗവൺമെന്റ് പക്ക പോക്കാം. സോറി, റെയിൽവേ ഓയിലും ഗ്രീസും ഒന്നും ഇട്ടിട്ടില്ല ജനല്. എന്തൊരു കഷ്ടമേ. 4 ദിവസമായി ഞാൻ കുളിച്ചിട്ട്. വെള്ളം തട്ടി അലർജിയാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഉറങ്ങി വിശ്രമിച്ച് നേരെ കണ്ണൂരിലേക്ക് എത്തി. അങ്ങനെ അടുത്ത വീഡിയോയുമായി വരുന്ന